ദേവമോന് സഹായഹസ്തവുമായി നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകർ. വെഞ്ഞാറമൂട് ഗുരുതര കരൾ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന വിഷ്ണുവിന്റെയും വിനിതയുടെയും മകനായ 6 മാസം പ്രായമുള്ള ദേവമോന്റെ ശസ്ത്രക്രിയയ്ക്കായി മാതാപിതാക്കൾ സുമനസുകളുടെ കനിവ് തേടിയിരുന്നു. ഇതിനെ തുടർന്ന് നെല്ലനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ പ്രവർത്തകർ ചേർന്ന് സമാഹരിച്ച ഏകദേശം 2 ലക്ഷം രൂപയോളം വരുന്ന തുക അടൂർ പ്രകാശ് എംപിക്ക് കൈമാറുകയും എംപി കുഞ്ഞിന്റെ പിതാവിന് കൈമാറുകയും ചെയ്തു. വെഞ്ഞാറമൂട് കീഴായിക്കോണം ഉദിമൂട് മുളവെട്ടുപറമ്പ് ചരുവിള പുത്തൻ വീട്ടിൽ വിനിതയുടെയും വിഷ്ണുവിന്റെയും മകൻ ദേവയാണ് ജനിച്ചപ്പോൾ മുതൽ കരൾ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. പ്രിയപ്പെട്ട വിഷ്ണുവിന്റെയും വിനിതയുടെയും കൊച്ചു മകൻ കരൾ രോഗം ബാധിച്ച് കിടക്കുകയാണ്. കരൾ മാറ്റിവെക്കണം എന്നുള്ളതാണ് വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. ആ നിർദ്ദേശമനുസരിച്ച് ഏതാണ്ട് 26 ലക്ഷം രൂപയോളം ഇതിനാവശ്യമായി വരികയാണ്. വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം വിഷ്ണു ദൈനംദിന ജീവിതത്തിന് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ആ കുഞ്ഞിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളുടെ സഹായം കൊണ്ട് മാത്രമേ ആ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ പറ്റുകയുള്ളൂ. മാത്രമല്ല കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്ത് ഇപ്പോൾ 6 മാസക്കാലം മാത്രമേ ആയിട്ടുള്ളൂ. അത് കരൾ മാറ്റിവെക്കുന്ന ചികിത്സയാണ് നടത്തേണ്ടത്. വിഷ്ണു തന്നെ കരൾ പകുത്തു കൊടുക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് നിറവേറ്റി എടുക്കുന്നതിന് വേണ്ടുന്ന സഹായങ്ങളാണ് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഞങ്ങളെല്ലാവരും അഭ്യർത്ഥിക്കുന്നത്. എത്രയും പെട്ടെന്ന് കരൾ മാറ്റിവെക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിലാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മുടെ നെല്ലനാട് പഞ്ചായത്തിലുള്ള കുടുംബശ്രീക്കാർ അവരുടെ ചെറിയ സംഭാവനകളെല്ലാം കൂടി സമാഹരിച്ചുകൊണ്ട് ഏകദേശം 1.5 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ഈ ചികിത്സാ ധനസഹായത്തിന് ഈ ശസ്ത്രക്രിയയ്ക്ക് നൽകുകയാണ്. നമ്മുടെ പഞ്ചായത്തിലുള്ള വിവിധ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വ്യക്തികളുമൊക്കെ ഈ കരൾമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് വന്നിട്ടുണ്ട്. ശനിയാഴ്ചയാണ് സർജറി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അത് ഈ കരൾ നൽകുന്നത് പിതാവാണ്. അപ്പം അതുകൊണ്ട് ഒരു വളരെ നിർധനരായ ഒരു കുടുംബമായതുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങളുടെ എല്ലാം കൈയച്ചുള്ള സഹായമുണ്ടെങ്കിൽ മാത്രമേ ഈ ശസ്ത്രക്രിയ നടത്താൻ കഴിയൂ എന്നുള്ളതാണ് സാഹചര്യം. പിതാവ് വിഷ്ണുവാണ് കരൾ പകുത്തു നൽകുന്നത്. ശസ്ത്രക്രിയയ്ക്കായി 26 ലക്ഷം രൂപ ചിലവാകും. കടം വാങ്ങിയും നാട്ടുകാർ സഹായിച്ചുമാണ് ചികിത്സാ ചിലവ് കണ്ടെത്തിയിരുന്നത്. എൻ്റെ മോൻ്റെ ചികിത്സയുടെ ആവശ്യമായിട്ടാണ് ഞാൻ ഈ പഞ്ചായത്തിൽ വന്നത്. അപ്പോൾ എൻ്റെ മോനെ ജനനസമയം മുതൽ തന്നെ കരൾ രോഗബാധിതനായിരുന്നു. അപ്പം ജനിച്ച മുതൽ തന്നെ അവന് ഇത് കണ്ടു തുടങ്ങി നമ്മൾ ചികിത്സിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാശം ആസ്റ്ററിലോട്ട് മാറിയത്. അപ്പോൾ ഇത് പിന്നെ കരൾ മാറ്റിവെച്ചാലേ ജീവൻ നിലനിർത്താൻ പറ്റും എന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞാനൊരു കൂലിവേലക്കാരനാണ്. പെട്ടെന്ന് ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് ഇത്രയും വലിയ മേജർ ഓപ്പറേഷനാണെന്നും ഏതാണ്ട് ഒരു 25 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്നും ഇതെല്ലാം എനിക്ക് വളരെ വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ എന്നെപ്പോലെ ഒരു കൂലിവേലക്കാരൻ ഇത്രയും വലിയ തുക കണ്ടെത്താൻ വളരെ പ്രയാസമായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ ശനിയാഴ്ചയാണ് കുഞ്ഞിനെ ഡേറ്റ് ഫിക്സാക്കി വെച്ചേക്കുന്നത് സർജറികളിൽ. അപ്പം ഇത്രയും വലിയൊരു എമൗണ്ട് ഇതിനിടെ കണ്ടുപിടിക്കാനുള്ള വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നതും. പിന്നെ ഇവിടുത്തെ കുടുംബശ്രീയും ബാക്കിയുള്ള പഞ്ചായത്ത് അംഗങ്ങളെല്ലാം കൂടി 2 ലക്ഷം രൂപ എനിക്ക് പിരിച്ചു തരുന്നുണ്ടായത്. എൻ്റെ കുഞ്ഞിന് വേണ്ടി ഈ ചുരുങ്ങിയ സമയത്ത് ഇത്രയും വലിയൊരു തുക എനിക്ക് തന്നതിന് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് ശനിയാഴ്ച സർജറികൾ ഡേറ്റ് ഫിക്സാക്കി. അപ്പോൾ ഇതുവരെ തുകയൊന്നും ആയില്ല. തുക എല്ലാം കൂടെ ഒരു 13 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. അതിപ്പോൾ അവർ അക്കൗണ്ടിൽ ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇനി സർജറി കഴിഞ്ഞാലും ഇതുപോലെ തന്നെ സർജറിക്ക് വേണ്ടി മാത്രം തന്നെ 15 ലക്ഷം രൂപയോളം വേണം. പിന്നെ സർജറി കഴിഞ്ഞാലും പിന്നെ ചികിത്സയും ബാക്കിയുള്ളതെല്ലാം കൂടെ ബാക്കി തുക എല്ലാം ടോട്ടൽ ഒരു 24 ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയത് വേണമെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടത്. എനിക്ക് ഇത്രയും വലിയൊരു ഭീമാൻ്റെ തുക ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. ഉള്ളതെല്ലാം വിറ്റും പിറക്കിയും കടം മറിച്ചുമാണ് ഇത്രയും നാൾ ചികിത്സിച്ചത്. സുമനസ്സുകളുടെ സഹായത്താൽ ഏകദേശം 13 ലക്ഷം രൂപയോളം സമാഹരിച്ചു. ഇനിയും 13 ലക്ഷം രൂപയോളം ഉണ്ടെങ്കിൽ മാത്രമേ സർജറി കഴിയുള്ളൂ എന്നും ഈ മാസം 23-നാണ് സർജറി തീരുമാനിച്ചിട്ടുള്ളതെന്നും കുഞ്ഞിന്റെ പിതാവ് വിഷ്ണു പറഞ്ഞു.
വിസ്മാനുസ് വെഞ്ഞാറമൂട്.